ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് വട്ടയപ്പമാണ്. അതായത് ഞങ്ങൾ കോട്ടയംകാർ ഉണ്ടാക്കുന്ന രീതിയിലുള്ള വട്ടയപ്പം. വട്ടയപ്പത്തിന് ഒരുപാട് വ്യത്യാസങ്ങളൊന്നും ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ എല്ലാവരും ഇതുണ്ടാക്കുന്നുണ്ടോ എന്നും എനിക്കറിയില്ല. എന്തായാലും ഞാൻ ശർക്കര ചേർത്തിട്ടാണ് ഈ വട്ടയപ്പം ഉണ്ടാക്കുന്നത്. എനിക്ക് കൂടുതൽ ഇഷ്ടം അതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ശർക്കരയാണ് ചേർക്കുക. ശർക്കര എന്ന് വെച്ചാൽ ആണി വെല്ലമാണ് കേട്ടോ. ഈ വെല്ലം 1 കിലോ അരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 1 കിലോ അരിക്ക് 1/2 കിലോ വെല്ലമാണ് ഞാൻ ഉപയോഗിക്കാറ്. ഇനി അഥവാ പോരാ എന്ന് വെച്ചാൽ നമുക്ക് പഞ്ചസാര വെല്ലം കുറച്ച് പൊടിച്ച് ചേർക്കാം. ഇത് അവലാണ്, വെള്ള അവല്. ഞാൻ സാധാരണ കുറച്ച് മട്ടയരിയുടെ ചോറാണ് അരച്ച് ചേർക്കാറ്. പക്ഷെ ഇന്ന് ചോറില്ല, അതുകൊണ്ട് തന്നെ അവലാണ്, വെള്ള അവലാണ് എടുത്തിരിക്കുന്നത്. അത് 2 തവിയാണ് ഞാൻ എടുത്തേക്കുന്നത്. 1 കിലോ അരിയല്ലേ ഉള്ളൂ, അതിനനുസരിച്ച്. അതിലേക്ക് ഞാൻ അത് ആദ്യമേ ഒന്ന് കഴുകി ഊറ്റിക്കളഞ്ഞിട്ട് വീണ്ടും ഞാൻ വെള്ളം ഒഴിച്ച് കുതിരാനായിട്ട് വെച്ചതാണ് നിങ്ങൾ കണ്ടത് കേട്ടോ. അതിനുശേഷം നമുക്ക് അരി അരയ്ക്കാനായിട്ട് തുടങ്ങുകയാണ്. അരി അരയ്ക്കുമ്പോൾ തന്നെ അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് ജീരകം, അതുപോലെ ഏലക്കായ, ഒരു 4-5 ഏലക്കായ എടുത്തിട്ടുണ്ട്. ഇത് രണ്ടും ഞാൻ ആദ്യത്തെ ട്രിപ്പിൽ തന്നെ ഇങ്ങോട്ട് ഒന്നിച്ചിട്ട് അരയ്ക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത്രയും അരിക്ക് ആവശ്യമായിട്ടുള്ള അവല് നനച്ചതും കൂടി ഞാൻ എടുക്കണം. കുതിർത്ത അവലാണ് കേട്ടോ. അതും കൂടിയിട്ട് ശർക്കര പാനി തന്നെ ഒഴിച്ചിട്ടാണ്, ഈ വെല്ലത്തിൻ്റെ പാനി തന്നെ ഒഴിച്ചിട്ടാണ് ഞാൻ അരയ്ക്കുന്നത്. അങ്ങനെ നമ്മളത് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ചിരണ്ടി വെച്ചിരിക്കുന്ന തേങ്ങയുണ്ടല്ലോ, അതിനകത്തെ കഷ്ണങ്ങളൊക്കെ അങ്ങ് മാറ്റിയിട്ട് അതിനകത്ത് ഒരു ഭാഗം തേങ്ങയും കൂടി അങ്ങോട്ടേക്കിട്ട് ഒന്നുകൂടി നമ്മൾ അരച്ചെടുക്കുകയാണ്. ഒത്തിരി നന്നായിട്ട് അരയ്ക്കുകയല്ല, തേങ്ങ നന്നായി ഞുറുങ്ങി കിട്ടുന്ന രീതിയിലേ അരച്ചെടുക്കുകയുള്ളൂ ഞാൻ. അതാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ അതും കൂടി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ബാക്കി അരിയും കൂടി അതുപോലെ അരച്ചെടുക്കാം നമുക്ക് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് കഷ്ണങ്ങളായിട്ട് കിടക്കുന്ന തേങ്ങയൊക്കെ ഉള്ളത് ആ അരിയുടെ കൂട്ടത്തിൽ അങ്ങ് അരച്ചെടുക്കുവേ. ഇനി കുറച്ച് ഉപ്പും കൂടി നമ്മൾ ചേർക്കുന്നുണ്ട്. എല്ലാത്തിനും കൂടി ആവശ്യമായിരിക്കുന്ന ഉപ്പ് ഇപ്പോഴാണ്. അപ്പോൾ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇതെല്ലാം അരച്ചതിന് ശേഷം ഇപ്പം നമ്മൾ ഈ രണ്ടാമത് അരച്ച മാവിലേക്ക് ആവശ്യമായിരിക്കുന്ന ഈസ്റ്റ് ചേർക്കുകയാണ്. ചേർത്ത് ഒരു ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കുക, ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഒന്നുകൂടെ ഇതാണ് പൊടി ഈസ്റ്റാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയും ചേർക്കാവുള്ളൂ, 1 കിലോ അരിക്ക് ഇത്രയും ഈസ്റ്റേ ചേർക്കാവുള്ളൂ. ഇത് തന്നെ നന്നായിട്ട് പൊന്തി വരും കേട്ടോ. നമ്മളത്ര രാവിലെ ഇപ്പോൾ രാത്രി അരച്ച് വെച്ചിട്ടുണ്ട്, രാവിലെ അല്ലേ എടുക്കുന്നത്. അത്ര സമയം കൊണ്ട് 5-6-7 മണിക്കൂർ ധാരാളം മതി. അപ്പോഴത്തേക്ക് നന്നായിട്ട് പൊന്തി വരും. അതിന് നമ്മൾ ഒരുപാട് ഈസ്റ്റിട്ട് നമ്മുടെ വയറിനങ്ങനെ കൊള്ളില്ലല്ലോ. ചിലർ 1 സ്പൂണൊക്കെ ഇടുന്ന കാണാം. അപ്പോൾ എനിക്ക് തന്നെ അത് കാണുമ്പോൾ പേടി, ഒത്തിരി പൊളിച്ച് പൊന്തി ഇങ്ങനെ ഭയങ്കരമായിട്ട് വരും. ഇതിനാവശ്യത്തിനുള്ള മയമൊക്കെ കിട്ടും കേട്ടോ. അപ്പം നമ്മളിത് പുളിച്ചാൽ മതിയല്ലോ. പിന്നെ നമ്മുടെ ചേരുവകളൊക്കെയാണ് ബാക്കി മയം കിട്ടുന്നത്. അരി നല്ലതായിരിക്കണം. ഞാൻ റേഷനരിയാണ് ഇപ്പം എടുത്തെന്ന് പറഞ്ഞല്ലോ. കടയിലെ അരിയാണെങ്കിലും ചിലത് നന്നായിരിക്കും, ചിലത് കുറച്ച് കട്ടിയൊക്കെ ആയി പോവും. ഇത്തിരി മധുരം കുറവുണ്ട്, അതുകൊണ്ട് ഞാൻ വീണ്ടും ശർക്കര പാനി കുറച്ചുകൂടെ അങ്ങ് ഒഴിക്കുകയാണ്. ഇത് കുറച്ച് വെള്ളം അധികമായി പോയി ഞാൻ ഈ വെല്ലം ഉരുക്കിയതേ. അതുകൊണ്ട് തന്നെ മൊത്തം ഒഴിക്കാൻ പറ്റത്തില്ല, വെള്ളം കൂടുതലായി പോവും. മൊത്തത്തിൽ മാവിന് നീളം കൂടി പോകും കേട്ടോ. അതുകൊണ്ട് ഞാൻ കുറച്ച് പഞ്ചസാരയും കൂടെ അതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഒത്തിരി മധുരം ആവശ്യമില്ല, ഒരു നോർമൽ മധുരമാണ് ഞാനിതൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇടുകയുള്ളൂ. എല്ലാവർക്കും കഴിക്കാനും പറ്റുമോ ഇപ്പം. പിന്നെ നമ്മൾ കൈ കൊണ്ടൊന്ന് നന്നായിട്ട് അടിച്ച് ഒന്നുകൂടെ മിക്സ് ചെയ്യണം കേട്ടോ. അതായത് എനിക്ക് ഇതെന്താണ് കാരണം എന്ന് എനിക്കറിയില്ലല്ലോ. നമ്മളെല്ലാ മാതാപിതാക്കളും പണ്ടേ മുതലേ കൈ കൊണ്ടാണ് ഇത് മിക്സ് ചെയ്യാറ്. അപ്പം ഞാൻ ഒരിക്കലും ഇങ്ങനെ പറയുമ്പോൾ ഒരു ഡോക്ടർ പറഞ്ഞത്, നമ്മുടെ തൈരിനകത്ത് പാലിനകത്ത് ഉറയൊഴിച്ചിട്ട് കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കണം എന്ന്. അപ്പോൾ ഈ കയ്യിലുള്ള ബാക്ടീരിയകൾ ഇത് പുളിപ്പിക്കാനായിട്ട് കൂടുതൽ സഹായകമാകുമെന്നാണ് പറഞ്ഞത്. അന്നേരമാണ് എനിക്ക് തോന്നുന്നത് ഇത് നമ്മുടെ കാരണവന്മാരൊക്കെ ഇങ്ങനെ നല്ല ചെയ്തു വന്നിരുന്നത്. കൈകൊണ്ടാണ്, ഇപ്പോഴാണേലും അങ്ങനെ ചെയ്തു വെക്കുന്നുണ്ട്. അപ്പോൾ ഈ കൈ കൊണ്ടടിക്കുമ്പോൾ നമ്മൾ ഇതും കൊണ്ട് നമ്മുടെ ഈസ്റ്റ് ഇട്ടതിൻ്റെ കൂടെ തന്നെ കൈ കൊണ്ടും കൂടി ഇതാ നമ്മൾ നല്ലതായിട്ട് കലക്കി മിക്സ് ചെയ്യുക. അപ്പോൾ ഈ ഡോക്ടർ പറഞ്ഞപ്പോഴാണ് എനിക്ക് ശരിയായിരിക്കുമെന്ന് എനിക്ക് മനസ്സിലായത് കേട്ടോ. അപ്പോൾ ഇതങ്ങനെ നന്നായിട്ട് നമ്മൾ അടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി എല്ലാം ഒന്ന് തൂത്ത് തുടച്ച് നന്നായി മൂടി ഭദ്രമായിട്ട് വെക്കുക. അപ്പോൾ അങ്ങനെ നമ്മുടെ മാവ് പുളിച്ചിട്ടുണ്ട്.
ആവശ്യമായ രീതിയിൽ പുളിച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല പതഞ്ഞ് ഇങ്ങനെ പാത്രം നിറഞ്ഞ് കവിയാൻ ഒരിക്കലും അനുവദിക്കരുത് നമ്മൾ. അത്ര ആകുമ്പോഴത്തേനും ഒരു പുളിപ്പിലേക്ക് വരും. ഞാൻ മാവുകളൊന്നും നമ്മൾ പുളിച്ചു പോകാത്ത രീതിയിൽ ഇങ്ങനെ പൊന്തി ഇങ്ങനെ നിൽക്കുന്ന രീതിയിൽ നമ്മളതിനെ എടുത്ത് ഉപയോഗിക്കണം. ഇനിയിപ്പോൾ അന്നേരത്തേക്ക് നമ്മൾ അത് ചുട്ടെടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ തന്നെ അത് അങ്ങനെ ആയ രീതിയിൽ തന്നെ നമ്മളെടുത്ത് ഫ്രിഡ്ജിനകത്തേക്ക് വെക്കുക. അപ്പം നല്ല പുളിച്ചു പോകാതെ കണ്ടീഷനായിട്ട് അവിടെ ഇരിക്കും കേട്ടോ. പക്ഷേ പാത്രം പാകത്തിനായിരിക്കണം. അവിടെ ഇരുന്നാലും ഫ്രിഡ്ജിലിരുന്നാലും അതിങ്ങനെ പുളിച്ച് വരും, പക്ഷെ പുളി പിടിക്കത്തില്ല. അങ്ങനെ ഒരു കാര്യമുണ്ട്. ഇപ്പം ഞാനിത് ഇഡ്ഡലിയുടെ രീതിയിലാണ് ഞാൻ കുറച്ച് പുഴുങ്ങിയെടുക്കുന്നത് കേട്ടോ. ഞാൻ ഇങ്ങനെയും ആക്കും, 2 രീതിയിലും ഉണ്ടാക്കിയെടുക്കുവേ. വെന്തോന്നറിയാനതാ ഞാനൊരു കമ്പൊക്കെ വെച്ച് കുത്തി നോക്കുന്നുണ്ട് കേട്ടോ. കയ്യിലൊട്ടുന്നില്ലെങ്കിൽ വെന്തു. നമുക്കൊരു സമയം നോക്കി ഒരു 5 മിനിറ്റൊക്കെ ഇരിക്കുമ്പോഴത്തേനും വെന്തു. അത്ര നമുക്കൊന്ന് അറിയാം അതിൻ്റെ സമയം. അപ്പോൾ അങ്ങനെ നമ്മുടെ വട്ടയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. 2 സ്റ്റൈലിലാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. പ്ലേറ്റിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ട്, ഇഡ്ഡലി തട്ടിൽ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്, നല്ല മയമുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഇതേപോലെ തണുത്തതിന് ശേഷം മാത്രമേ ഇത് ഇങ്ങനെ മുറിച്ചൊക്കെ എടുക്കണം. നിങ്ങൾ ഒന്ന് പരീക്ഷിച്ച് നോക്കുക, ചെയ്യാത്തവർ, ഈ രീതിയിൽ ചെയ്യാത്തവർ. പിന്നെ നിങ്ങൾ എൻ്റെ ചാനൽ സബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ആദ്യമായിട്ട് കാണുന്നവരും അല്ലാതെ ഉള്ളവരും എൻ്റെ ചാനൽ ഒന്ന് സബ് ചെയ്യുക. അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യുക. അതുപോലെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് ഞാൻ വരുന്നത് വരെ ഇനിയും എല്ലാവർക്കും ടാറ്റാ.